ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് മനുഷ്യരുടെ കൂടെ തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇനി ചിലപ്പോൾ അവർ മനുഷ്യരെ പോലെ വേഷം മാറി നടക്കുന്ന മറ്റെന്തെങ്കിലും ആണെങ്കിലോ? അതും അല്ലെങ്കിൽ എങ്ങനൊരു മനുഷ്യനായിട്ട് ജീവിക്കാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതാണെങ്കിലോ? വെൽക്കം ടു ദ ഡാഗിനി ഡയറീസ്. ഞാനിതിപ്പോൾ എഴുതാൻ കാരണം എൻ്റെ ഗേൾ ഫ്രണ്ട് ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി 12 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകും, എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിലേക്ക്. ജോലി കിട്ടി അവിടുന്ന് മാറിയ ശേഷം ഇതുവരെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോയിട്ടില്ല. എനിക്കെന്തോ അങ്ങോട്ട് പോകാനൊട്ടും താല്പര്യവും ഇല്ല. ഇപ്പോൾ പോകുന്നത് തന്നെ അവളുടെ നിർബന്ധം കൊണ്ടാണ്. അവൾക്ക് അവരോട് ടൈം സ്പെൻഡ് ചെയ്യണം, അവരെ കാണണം, അങ്ങനെ പലതും പറഞ്ഞ് കുറേ നാളെ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. പറയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു നോക്കി അവളെ അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കാൻ. എനിക്ക് ആ വീട്ടിൽ അത്ര നല്ലൊരു ചൈൽഡ്ഹുഡ് അല്ല കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വീട്ടുകാരുമായിട്ട് അത്ര കണക്ഷനൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ പല കാരണങ്ങൾ. പക്ഷെ ഇപ്പം അവൾ അതൊന്നും കേൾക്കുന്നില്ല. ആ വീട്ടിൽ താമസിച്ച ഓരോ നിമിഷവും അവരാരും മനുഷ്യരല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരു കൊച്ചുകുട്ടി അവൻ ഈ ലോകം കാണുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം അവൻ്റെ അച്ഛനമ്മമാരിലൂടെ ആയിരിക്കും. അവരെന്ത് പറയുന്നോ എന്ത് ചെയ്യുന്നോ അതായിരിക്കും അവൻ കണ്ടുപഠിക്കുന്നത്. പക്ഷെ ഒരു പ്രായമെത്തി സമൂഹത്തിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാവരുമായിട്ടൊന്ന് ഇടപെട്ട് കഴിയുമ്പോൾ അവന് പതിയെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങും. എനിക്ക് മനസ്സിലായതുപോലെ. അന്ന് ഞാൻ ചിന്തിച്ചത് എൻ്റെ വീട്ടുകാരെന്താ മറ്റുള്ളവരിൽ നിന്ന് ഇത്ര വ്യത്യസ്തരായെന്നാണ്. പക്ഷെ ഒരിക്കൽ പോലും ഞാനത് അവരുടെ അടുത്ത് ചോദിക്കുകയോ ആ രീതിയിൽ അവരുടെ അടുത്ത് പെരുമാറുകയോ ചെയ്തിട്ടില്ല. കാരണം അതെൻ്റെ അച്ഛനും അമ്മയാണ്, എൻ്റെ ഫാമിലിയാണ്. അവരെങ്ങനെയായാലും അവരെൻ്റേത് മാത്രമാണ്. അതുകൊണ്ട് ഞാനതത്ര വലിയ കാര്യമാക്കാതെ അങ്ങനെ തന്നെ വിട്ടു. എനിക്കിതൊക്കെ എപ്പോഴാണ് മനസ്സിലായെന്നറിയോ? അന്ന് എനിക്ക് 6-7 വയസ്സേ ഉള്ളൂ. ഞാനും ചേച്ചിയും കൂടി വീടിന് പുറത്ത് കളിക്കുകയായിരുന്നു. നല്ല മഞ്ഞുള്ള സമയമാണ്. അപ്പോൾ ചേച്ചിയെ പറഞ്ഞേ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നെന്ന്. ഞങ്ങൾ വീടിന് ചുറ്റും നോക്കിയപ്പോൾ ഒരു സൈഡിലൊരു കുഞ്ഞു പൂച്ചേനെ കണ്ടു. അതിനെ കണ്ടാലേ അറിയാം, കുറേ ദിവസമായിട്ട് അത് ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. ഭയങ്കര എല്ലും തോലുമായിട്ട് ക്ഷീണിച്ചൊരു പൂച്ചക്കുഞ്ഞ്. ചേച്ചിക്ക് അപ്പം അതിനെ എടുത്ത് വളർത്തണമെന്ന് തോന്നി. പക്ഷെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയും. ഞങ്ങൾ അതിനെ വീടിന് പുറത്തുള്ള ഷെഡിൽ കൊണ്ടുവച്ചു. ഒരു പൊട്ടിയ ബൗളിൽ പാലും വെള്ളവും അതുപോലെ ഫുഡും ഒക്കെ കൊടുത്ത് ഞങ്ങൾ അവനെ വളർത്താൻ തുടങ്ങി. ചേച്ചി തന്നെ അവന് പേരിട്ടതും വിസ്കേഴ്സ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഉഷാറായി. പഴയ ക്ഷീണവും കാര്യങ്ങളും എല്ലാം മാറി. അവനെ ഷെഡിൽ മുഴുവൻ ഓടിക്കളിക്കാൻ തുടങ്ങി. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അവൻ്റെ സൗണ്ടും കൂടി വന്നു. അവനങ്ങനെ ഉഷാറായി ചാടി കളിക്കുന്ന കണ്ട് ഞാനും ചേച്ചിയും മുഖത്തോട് മുഖം നോക്കി എന്തോ ഒരു വല്ലാത്ത അഭിമാനത്തോടെ നിന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കുറച്ച് ദിവസം എല്ലാം നന്നായിട്ട് തന്നെയാണ് പോയത്. ഒരു ദിവസം രാത്രി എത്ര തിരിഞ്ഞു പറഞ്ഞ് കിടന്നിട്ടും എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വിസ്കേഴ്സിൻ്റെ അടുത്ത് പോവാം, അവൻ്റെ കൂടെ ആയിരുന്നു കുറച്ച് നേരം കളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉറക്കം വരുമല്ലോ, അപ്പോൾ തിരിച്ചു കയറി വരാമെന്ന്. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ അന്നവനെ ആ മഞ്ഞിൽ നിന്ന് എടുത്തുകൊണ്ട് വരാനേ പാടില്ലായിരുന്നു. കാരണം അവിടെ കിടന്നവൻ മരിച്ചു പോയാൽ പോലും ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു. ഞാൻ ആ ഷെഡിൽ മുഴുവൻ അന്വേഷിച്ചു. വിസ്കേഴ്സിനെ അവിടെ ഒന്നും കണ്ടില്ല. സാധാരണ ഷെഡിന് പുറത്തു പോയി കളിക്കുന്ന പരിപാടിയൊന്നും അവനില്ലാത്തതാ. പിന്നെ പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ തിരിച്ച് അകത്തേക്ക് തന്നെ കയറി വന്നു. റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഞാൻ ആ സൗണ്ട് കേട്ടത്. പിന്നാലെ വേറൊരു ശബ്ദം കൂടി. എൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. കാരണം എന്തോ കട്ടിയുള്ളൊരു സാധനം ആരോ കടിച്ച് പൊട്ടിക്കുന്ന പോലുള്ള സൗണ്ടായിരുന്നു അത്. അടുക്കളയിൽ നിന്നാണ് അത് കേട്ടത്. ഞാൻ എൻ്റെ ധൈര്യം മുഴുവൻ സംഭരിച്ച് അടുക്കളയുടെ വാതിലിനടുത്തേക്ക് ചെന്ന് ഒളിച്ചു നിന്നു. അകത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് അതെൻ്റെ അച്ഛനായിരുന്നു. അച്ഛൻ കൗണ്ടറിനെ ഫേസ് ചെയ്ത് നിൽക്കുക. പക്ഷേ എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. സീലിങ്ങിലെ ലൈറ്റിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ കണ്ടതാ എന്തോ ഭയങ്കര ഭാരമുള്ളൊരു സാധനം എൻ്റെ അച്ഛൻ്റെ സ്കിന്നിനുള്ളിലുള്ളതുപോലെ. അത് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നത് പോലെ. ബാലൻസ് കിട്ടാതെ അച്ഛൻ കൗണ്ടറിൽ സപ്പോർട്ട് ചെയ്താണ് നിന്നിരുന്നത്. പെട്ടെന്നാണ് സംഭവിച്ചത്. അച്ഛൻ്റെ തല നടുവേ പിളർന്ന് അതിനുള്ളിൽ നിന്ന് ഒരു വെള്ളറി വെളുത്ത സാധനം പുറത്തേക്ക് വന്നു.
ഒറ്റ സെക്കൻഡ് കൊണ്ട് കൗണ്ടറിലിരുന്ന് എന്തോ ഒന്നിനത് മുഴുവനായിട്ട് വായ്ക്കുള്ളിലാക്കി. ഒരു ശകലം പോലും വേസ്റ്റ് ആവരുതെന്നുള്ള ഉദ്ദേശത്തിൽ ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്നത് പോലെ ചവച്ചരച്ച്. എനിക്കത് കണ്ടിട്ടൊന്ന് നിലവിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് കരയാനോ അനങ്ങാനോ പോലും പറ്റാതെ ഞാൻ അവിടെ ഉറഞ്ഞു നിന്നുപോയി. എന്തോ ഒരു സാധനം എൻ്റെ തോളി വന്ന് തട്ടിയപ്പോൾ നട്ടലിൽ കൂടി ഒരു ഇടിമിന്നലേറ്റ പോലെ എനിക്ക് തോന്നിയത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് എൻ്റെ അമ്മയെ തന്നെയാണ്. പക്ഷെ അച്ഛൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അമ്മയും എന്തൊക്കെയോ മറച്ചു വെച്ച് ഒരു മനുഷ്യൻ്റെ തൊലി മേത്തോട്ടിട്ട പോലെ. എനിക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അമ്മ എൻ്റെ അടുത്ത് ഭയങ്കര സമാധാനത്തിൽ പറഞ്ഞു, നീ എന്താ ഇവിടെ ഇത്ര ലേറ്റ് ആയില്ലേ, പോയി കിടന്നുറങ്ങ്, ചെല്ലിപ്പോ. അമ്മ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ആ രാത്രി പിന്നെ സംഭവിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. അടുത്ത ദിവസം രാവിലെ എൻ്റെ ചേച്ചി വിസ്കേഴ്സ് എവിടെയെന്ന് ചോദിച്ച് നടക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ അമ്മ ഒട്ടും മടിക്കാതെ അത് ഓടിപ്പോയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. അന്നെൻ്റെ ചേച്ചി ഒരുപാട് കരയുന്നത് ഞാൻ കണ്ടു. എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ ഒന്നും മനസ്സിലാവാതെ ഞാനൊരു മൂലയ്ക്ക് മിണ്ടാതിരുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖം അത് കൃത്യമായൊരു സ്ട്രക്ചർ ഇല്ലാത്തതുപോലെ, ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവരുടെ കണ്ണും മൂക്കുമൊക്കെ സ്ഥാനം മാറുന്ന പോലെ. ആ നിമിഷം തൊട്ട് എനിക്കെല്ലാം മനസ്സിലായി തുടങ്ങി. എൻ്റെ പേടിയൊക്കെ ഇല്ലാതായി തുടങ്ങി. റൂൾസ് ഭയങ്കര ക്ലിയർ ആണിപ്പോൾ. നിനക്കൊന്നിനെയും വളർത്താനോ സൂക്ഷിച്ചു വെക്കാനോ ഉള്ള അനുവാദമില്ല. അതുപോലെ ആരുടെയും അറ്റൻഷന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ മറ്റാരെയും വീട്ടിലേക്ക് കൊണ്ടുവരാനും പാടില്ല. ആ റൂളാണ് ഞാനിപ്പോൾ തെറ്റിക്കാൻ പോകുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ ചേച്ചിയും കോട്ടുവാ വിടുമ്പോൾ അവളുടെ വാ വല്ലാതെ സ്ട്രെച്ച് ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അവളത് പഴയതുപോലെ ആക്കും. പല്ലിന് വേദനയാണ്, ഇല്ലെങ്കിൽ ജോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെ അവൾ പറയാറുണ്ടായിരുന്നു. ഡിന്നർ കഴിക്കുമ്പോൾ പ്ലേറ്റിലുള്ള ഇറച്ചിയൊക്കെ സെക്കൻഡുകൾക്കുള്ളിലാണ് ഇല്ലാതാവുന്നത്. നെയ്ബേഴ്സ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു സാധാരണ ഫാമിലി ആയിരുന്നു. എൻ്റെ വീട്ടിലുള്ളവർ ജനലിലൂടെ മറ്റുള്ളവരെ ഒളിഞ്ഞു നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് നോക്കി പഠിക്കുന്നത് പോലെ, അവരെ പോലെ ആവാൻ ശ്രമിക്കുന്നത് പോലെ. അവിടെ ജീവിച്ച കാലം അത്രയും എനിക്ക് ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ മറ്റുള്ളവരുടെ ആരുടെയും വീട്ടിലേക്ക് പോകാറില്ലായിരുന്നു. എൻ്റെ ബർത്ത്ഡേക്ക് ആരെയും ക്ഷണിക്കാറില്ലായിരുന്നു. ആരെങ്കിലും വീട്ടിൽ വന്ന് കുറച്ച് ഏറെ നേരം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു, ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. ഒരു തവണ മാത്രം ഞാനിത് സ്കൂളിൽ കുട്ടികളോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെന്നെ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞതൊക്കെ ആ സ്കൂൾ മുഴുവൻ പെട്ടെന്ന് പരന്നു. അവരുടെ മുന്നിൽ ഞാൻ കള്ളനായി. ദ വൺ വിത്ത് മോൺസ്റ്റർ പേരൻസ്. ഞാൻ പിന്നെ ഇത് ആരോടും പറഞ്ഞിട്ടില്ല. ഇനി അവരും എന്നെ ജഡ്ജ് ചെയ്താലോ. കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്തെങ്കിലും ഞാൻ മറ്റൊരു സിറ്റിയിലേക്ക് പോകാൻ പറ്റുമോ ശ്രമിച്ചു. പക്ഷേ അവരതിന് സമ്മതിച്ചില്ല. എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് കിട്ടിയ ആദ്യത്തെ ജോലി അത് 2 ടൗൺ അപ്പുറത്തായിരുന്നു. എനിക്ക് മാറി താമസിച്ചേ പറ്റുള്ളായിരുന്നു. പിന്നീട് ഞാൻ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. ഹോളിഡേയ്സ് ആയാലും എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു. എനിക്കൊരുപാട് പെൻഡിങ് പ്രോജക്ട്സ് ഉണ്ട്, ഡെഡ് ലൈൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ. വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ 2 വർഷം മുമ്പാണ് കാണുന്നത്. അവൾ എൻ്റെ അടുത്ത് ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സാധാരണയായിട്ട് അങ്ങനെ സംഭവിച്ചതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ വിശ്വസിക്കുന്നത് ആൾക്കാരെങ്ങനെയാണോ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത് ആ രീതിയിലാണ് അവർ ശരിക്കും ഉണ്ടാവുക എന്ന്. അവൾക്ക് ഈ ഫാമിലി എന്ന കോൺസെപ്റ്റിൽ ഭയങ്കര വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവൾ അവസാനം എങ്ങനെയെങ്കിലും ഇതിൽ തന്നെ കൊണ്ടു നിർത്തും. നമുക്ക് കല്യാണം കഴിക്കണ്ടേ, അതിന് പേരൻസിൻ്റെ സമ്മതം വേണം, അവരോട് സംസാരിക്കണം. ഇനി എനിക്ക് എക്സ്ക്യൂസുകളൊന്നുമില്ല. ഇന്ന് അവൾ എന്നോട് നേരിട്ട് ചോദിച്ചു ഞാൻ അവളിൽ നിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടോ എന്ന്. എനിക്കതിന് എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയില്ല. കാരണം എനിക്കതിനെ പേടിയാണ്. എൻ്റെ പേടി
അവൾ അവരെ കണ്ടു കഴിയുമ്പോൾ അവൾ യഥാർത്ഥത്തിലൊന്നും കാണരുതേന്നാണ്. അങ്ങനെയാണെങ്കിൽ നന്നായിരുന്നു. ഞാനിതിപ്പോൾ എഴുതി തീർക്കുന്നത് എനിക്ക് അവളോട് ഇതൊക്കെ എങ്ങനെ പറയണമെന്നറിയാത്തത് കൊണ്ടാണ്. ഞാൻ എൻ്റെ ഈ ലൈഫ് മുഴുവൻ എൻ്റെ ഫാമിലി ഹ്യൂമൻ സ്കിന്ന് ധരിക്കുന്ന മോൺസ്റ്റേഴ്സ് ആണെന്ന് കരുതിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനെ തന്നെ വെക്കാനാണ് ഇഷ്ടം. കാരണം മറ്റൊരു രീതിയിലായാലോ, അവരൊരു പക്ഷെ എന്നെ വളർത്തിയത് അവർക്ക് ബാക്കിയുള്ളവരിൽ നിന്നൊരു ഹൈഡ് ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി ചിലപ്പോൾ ഞാനും അവരെ പോലാണോ? ഏയ്, അതിന് സാധ്യതയില്ല. കാരണം എനിക്ക് ഒരിക്കലും അവരെ പോലെ വിശപ്പ് തോന്നിയിട്ടില്ല. ഞാൻ തനിച്ചിരിക്കുമ്പോൾ എൻ്റെ റിഫ്ലക്ഷനിലേക്ക് കുറേ നേരം നോക്കിയിരിക്കും. ഇൻ കേസ് അതെനിക്ക് മുന്നേ അനങ്ങിയാലോ? എന്നെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഇത് വായിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് അഡ്വൈസ് വേണം. എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനോട് സത്യം പറഞ്ഞ് അവളെ നഷ്ടപ്പെടുമെന്നുള്ള റിസ്ക് എടുക്കണോ, അതോ അവളെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോയി വരാൻ പോകുന്നതെല്ലാം കണ്ടു നിൽക്കണോ?